നമ്മൾ ഓരോന്നും കേൾക്കുമ്പോൾ നമ്മൾ ഭാവനയിൽ കാണുക എങ്ങനെയാണ് ആ വ്യക്തിക്ക് ആ സന്ദേശങ്ങൾ കിട്ടിയത്, പരിശുദ്ധാത്മാവ് എങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മളിലും ഉത്കൃഷ്ടമായ ദാനങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്ന് ആഗ്രഹിക്കുക. ഞങ്ങൾ 7 പേരാണ്. ഞങ്ങൾ 7 പേരാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഞാനായിരുന്നില്ല ഏറ്റവും നല്ല ഞാനായിരുന്നില്ല ഏറ്റവും നല്ല രീതിയിൽ അവിടെ പ്രാർത്ഥിച്ചിരുന്നത്. ഒരുപാട് അനുഭവങ്ങളും പ്രയർ ലീഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ. പക്ഷെ യൂത്ത് എന്നും പറഞ്ഞ് എന്നോട് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഫിലിപ്പി 4:19 അതാണ് ഞങ്ങൾക്ക് ഗ്രൂപ്പിന് ആദ്യമായിട്ട് പിന്നെ സന്ദേശമായിട്ട് ഞങ്ങൾക്ക് നൽകിയത്. അതുപോലെ തന്നെ തുടക്കത്തിൽ പ്രാർത്ഥിച്ചത് സിറിൽ ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആൾക്ക് UK പോകാനുള്ള ഒരു വിസ, പിന്നെ ആളുടെ വീട്ടിലത്തെ കുട്ടികളുടെ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ യാത്രേനെ കുറിച്ചിട്ട് ശുഭം എന്നാണ് ഒരു മെസ്സേജ് കിട്ടിയത്. പിന്നെ യാത്ര വിജയിക്കും എന്നുള്ളത് വേറൊരു മെസ്സേജ് കിട്ടി. അതിനുശേഷം 2 ബ്രദർമാരുണ്ടായിരുന്നു. ഒന്ന് ഡേവിഡ് ബ്രദറും പിന്നെ ജോസഫ് ബ്രദറും. അവർ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരാണ്. ഡേവിഡ് ബ്രദർ പച്ചവെള്ളം പോലെ ഏത് ഉറക്കത്തിൽ ഏത് വാക്യം ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള ഏതാണ് നമ്മുടെ വചനം ഏതാണെന്ന് വ്യക്തമായിട്ട് പറയും. അപ്പോൾ ആളെ പറ്റിയിട്ട് പറഞ്ഞത് ആൾക്ക് ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ആ മാപ്പ് അപ്പോൾ വേറെ ഒരാൾ അതിന് വ്യാഖ്യാനം തന്നത് ആൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കർത്താവ് സഞ്ചരിപ്പിക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ പാട്ട് പാടിയിരുന്ന സിസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞൊരു കുന്തം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കുന്തം ഇങ്ങനെ രാജ്യങ്ങളുടെ മേളിലേക്ക് നീട്ടുമ്പോൾ അത് പിന്നെ വചനത്തിൻ്റെ ഇതൊരു ഇതായിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് 2 മെസ്സേജ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ജോസഫ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആൾ ഒരുപാട് ഒരു 8 കൊല്ലം പ്രയറിൽ ഉണ്ടായിരുന്ന ഒരു 8 കൊല്ലം ബ്രേക്ക് വന്നു ആളുടെ ശുശ്രൂഷയിൽ. ആൾക്ക് അസുഖം വന്നിട്ട് അപ്പോൾ ആളത് മാറി വീണ്ടും ആൾക്ക് തിരിച്ച് ശുശ്രൂഷ നടത്താനുള്ളൊരു വരം കിട്ടുന്നുണ്ടെന്നുള്ള രീതിയിലാണ് മെസ്സേജസ് വന്നത്. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്കും കുടുംബപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത്. അതും നല്ല രീതിയിലുള്ള മെസ്സേജസാണ് തന്നത്. എല്ലാം പോസിറ്റീവ് മെസ്സേജസ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് മോസസ് ചേട്ടനാണ്. മോസസ് ചേട്ടന് അവർക്കും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. ആളുടെ മക്കൾ ഇപ്പോൾ വിദേശത്താണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലും ഇതുപോലെ ഒരുപാട് വചനങ്ങളാണ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കിട്ടിയത്. അത് എല്ലാ വചനങ്ങളും ഞാൻ അവിടെ വായിക്കില്ല. ഒരുപാട് വചനങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. ആളുടെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആളുടെ മകനൊരു വീട് വേണം എന്നുള്ളതായിരുന്നു ആളുടെ ആവശ്യം. അപ്പോൾ അത് പിന്നെ ഒരു വീട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്ക് വയറ്റിൻ്റെ അകത്ത് എന്തോ ഒരു അസുഖം ഉള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആളോട് ഇപ്പോൾ ചോദിച്ചപ്പോൾ ചെറിയ ഒരു അസുഖമുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വീടിന് വേണ്ടിയിട്ട് ഒരു വീട് കാണിച്ചു. അപ്പോൾ വീടിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഒപ്പം വേറൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആൾക്ക് രോഗത്തിൻ്റെ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയുണ്ട്. അപ്പോൾ ആ അസുഖത്തിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആൾക്കൊരു അഭിഷേകം കിട്ടണ പോലെ പിന്നെ ആളെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് ആൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റി. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് ആയിരുന്നില്ല, പക്ഷേ ഒരുപാട് ഷെയറിങ് ഒരുപാട് നടന്നു. അപ്പോൾ അത് വലിയൊരു കൃപയായിട്ട് കാണുന്നു. താങ്ക് യു ലോർഡ്. Group number 7. Group number 7.
ഞങ്ങള് കൂടുതൽ ശ്രദ്ധിച്ചത് സ്തുതിപ്പിലായിരുന്നു. സ്തുതിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു, ഓരോ ആവശ്യങ്ങൾ ചോദിച്ചപ്പോൾ സഹോദരി പറഞ്ഞത് മകൾക്ക് ആന്തരിക സൗഖ്യം വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരെങ്കിലും സ്തുതിച്ച് പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഓരോ മെസ്സേജ് കിട്ടുന്നത് നല്ലൊരു കുമ്പസാരം, അതായത് തുറന്ന കുമ്പസാരം നടത്തുവാനായിട്ട് പറയുന്നു. അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞു. ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുക, അത് മറ്റൊരു വ്യക്തി പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ സൗഖ്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശു കുടുംബ സൗഖ്യം കൊടുക്കുന്നതായിട്ട് ഒരനുഭവം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. യേശുവിൻ്റെ സ്നേഹത്തിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആളുടെ ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ഐക്യം കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പിന്നെ ഒരു വ്യക്തി പറഞ്ഞത് ബ്ലാക്ക് കളറിലുള്ള ഗേറ്റ് തുറക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞു. അതായത് അവരുടെ അന്ധകാരം മാറി പ്രകാശത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അടുത്ത വ്യക്തി പറഞ്ഞു ക്ഷമിക്കുന്ന സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ വ്യക്തി പറഞ്ഞു കർത്താവിൻ്റെ ദാസിയായി, അതായത് പരിശുദ്ധ അമ്മ എങ്ങനെയാണോ ഗബ്രിയേൽ വന്നപ്പോൾ ഇതാണ് കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ ദാസിയായി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു പറയുക. പിന്നെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കിട്ടിയത്. കടബാധ്യത ഒരു സൗകര്യം പറയുകയുണ്ടായി. ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് അങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ജോലിയില്ലാത്ത അവസ്ഥയില് വിശാഖപട്ടണത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടന് അമ്മനെ കാണണമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ അത് സീസൺ ടൈമായത്, ഫിഷറീസിന്റെ സീസൺ ടൈമായത് കാരണം അവർ വീട്ടിൽ അങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയിക്കോളാനാണ് പറഞ്ഞത്. അപ്പൊ ചേട്ടൻ റിസൈൻ ആയിട്ട് വേണ്ടി കൊടുത്തു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അതിശയിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാധയായിരുന്നു കേട്ടോ. ആ സമയത്ത് അമ്മയും ഞാനും കൂടിയാണ് മട്ടാഞ്ചേരി കുരിയച്ചൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കും. കുട്ടുമേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ച് എന്താണ് നിയോഗം ഇപ്പൊ അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ചേട്ടൻ കടന്നു വന്നത്. അപ്പോ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ കാലം തന്നെയാണ് റിഫൈനറിൽ ഒരു ഇന്റർവ്യൂ. വിശാഖപട്ടണത്തിൽ ആയിരുന്നെങ്കിൽ ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഒരു അതിശയം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അത് ഞാൻ പങ്കുവച്ചു. ആ സഹോദരിക്ക് അങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സാധ്യത പറഞ്ഞു കൊടുത്തു. പിന്നെ ശത്രുവിനോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ സമാധാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി യേശുവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക, എത്ര വലിയ ഭാരമായാലും യേശുവിനെ കുരിശിന്മേൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങൾ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടി മെസ്സേജ് കൊടുത്തു. പിന്നെ അടുത്തത് ഷാനിയ എന്നൊരു സഹോദരിയാണ്. ആ സഹോദരി ഹൈന്ദവസിയായിരുന്നു, ഹിന്ദു മതത്തിൽ വളർന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി കർത്താവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. കർത്താവിലേക്ക് വരാൻ കർത്താവിനെ മറ്റേ ദിവ്യാനം സ്വീകരിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അവനെ എപ്പോഴും പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടി. അങ്ങനെ ആ കുട്ടി നമ്മുടെ കോട്ടയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ മാമോദീസ സ്വീകരിച്ചു. ഇപ്പൊ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുകയാണ്. ഭയങ്കര പ്രാർത്ഥന അനുഭവമുള്ള ഒരു കുട്ടിയാണ്. ആ ശാന്തി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും വലിയ ദാനം ലഭിച്ചു
ഏറ്റവും വലിയ വരദാനം ലഭിച്ചു എന്ന് പറയുകയുണ്ടായി. വചനങ്ങൾ സൂക്ഷ്മതയോടെ വായിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കുവാനും വിജാതീയരെയും യേശു സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വചനം ഒരു വ്യക്തി പറഞ്ഞു. കർത്താവ് നമുക്കറിയാം, അപ്പോസ്തലന്മാരെ പറഞ്ഞിടുന്നുണ്ട്, വിജാതീയരുടെ അടുത്ത് പോയി സുവിശേഷം പ്രസംഗിക്കാൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിജാതീയരും യേശുവിൻ്റെ പക്ഷത്താണ്, യേശു സ്നേഹിക്കുന്നത്. അടുത്ത വ്യക്തിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു സബ്ജക്റ്റാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് വിവേചനം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി പറഞ്ഞു. സമയനിഷ്ഠ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പിന്നെ പ്രോപ്പർട്ടി വിൽക്കാൻ ഒരു തടസ്സമുണ്ട്, ഫാദർ മരിച്ചുപോയി, അതിപ്പോഴും ആ വസ്തു ഭാഗം ചെയ്യാതെ ഇന്നും അങ്ങനെ തന്നെ കിടക്കുകയാണ്, അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഒരു സന്ദേശം കൊടുത്തു. ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്നേഹത്തിൽ നിറയാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അടുത്ത വ്യക്തിക്ക് വിസ കൺസൾട്ടൻ്റാണ്. പല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് വിസയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി പ്രവർത്തിക്കുന്നത്. അതിൽ വളരെയധികം പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. ആ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പരിശുദ്ധാത്മാ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തടസ്സം മാറി കടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് കല്യാണം കഴിഞ്ഞപ്പോൾ 2ാമത്തെ വർഷമാണ്. ആദ്യത്തെ ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ ബ്രദറിനോട് പറഞ്ഞു, പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ ഒരു ബാക്കിലൊരു മുഴ കണ്ടു. ഇത് അബ്നോർമലാണ്, അതുകൊണ്ട് ഇത് നമുക്ക് അബോർട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ പിന്നീട് അത് ദോഷമായി എന്ന് പറഞ്ഞു. മഴക്ക് ഒത്തിരി സങ്കടമായിരുന്നു, എല്ലാവർക്കും വളരെ സങ്കടമായിരുന്നു. അത് ചെയ്യാണ്ട് നിർത്തിയില്ല. അപ്പോൾ വൈഫിൻ്റെ അനുജത്തിമാരും കൂടി നിർബന്ധിച്ച് ഗുളിക തന്നിട്ട് അത് കഴിക്കണില്ലായിരുന്നു. ഞാൻ കഴിക്കില്ല, വേറെ കഴിച്ചില്ലേ. പിന്നെ അവരെ കൂടി പറഞ്ഞ് ഇത് കഴിക്കും, നിനക്ക് വേദന നിനക്ക് അടുത്തതിൽ നിനക്ക് ഇതിനുള്ള കഴിവുണ്ട്, അപ്പോൾ അടുത്തതിന് നല്ലൊരു കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ വചനം പങ്കുവച്ചപ്പോഴേക്കും ഒരു സഹോദരി പറയുകയുണ്ടായിരുന്നു, അവരുടെ കുട്ടിക്ക് ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ടിൻ്റെ കുഴപ്പമുണ്ട്, അത് കാരണം അബോർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആ സഹോദരി ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ആ സഹോദരി പറഞ്ഞു, ഞാനിത് അബോർട്ട് ചെയ്യില്ല. പിന്നെ സ്കാൻ തന്നെ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. സ്കാൻ ചെയ്യാണ്ട് ആ പ്രസവ സമയത്ത് നിന്ന് പ്രസവിച്ചു. 3.5 കിലോ ഉള്ള ഒരു കുട്ടീനെ കെട്ടി വീട്ടിൽ, ഒരു കുഴപ്പവുമില്ല. അതുപോലെ 2ാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഡോക്ടറെ കളിയാക്കി പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളിത് ഇനി അടുത്ത ഡെലിവറിക്ക് വരുമെന്ന് എനിക്കറിയാം, ഇനി സ്കാനിന് വരാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റട്ടെ അവർ അതിൻ്റെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെച്ചത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഇവിടെ പറയാനായിട്ടുള്ള അതിനുള്ള സൗകര്യമില്ലാത്ത സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗ്രൂപ്പ് നമ്പർ 8. അടുത്ത ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കണ നേരത്തെ തന്നെ. വളരെ അടുത്ത ഒരു ബന്ധം തോന്നി കേട്ടോ, എല്ലാവരും തമ്മിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആത്മാവിൽ ആനന്ദിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടി. ഞങ്ങളുടെ ആദ്യം പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ഒരു സഹോദരിക്ക് വേണ്ടിയായിരുന്നു. സഹോദരിയുടെ ആവശ്യമായിട്ട് പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് അധികം നാളുകളായി കുഞ്ഞുങ്ങളില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ആ സഹോദരിയെ ബ്രദറിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വിട്ടിരുന്നു. പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് ആളിൽ നിന്ന് കിട്ടിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഈശോ ഈ ഒരു വചനം തന്നു, ഏശയ്യ 59:21. അതിലൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്തതികളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്നും ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല.
അപ്പോൾ കുഞ്ഞില്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു വചനം നൽകിയതിലൂടെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, ചുരുങ്ങിയ നാളുകളിൽ ഈ ഗ്രൂപ്പിന്റെ മുന്നിൽ തന്നെ ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമെന്ന്. വീണ്ടും ഞങ്ങൾ മറ്റൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 മെസ്സേജ് വ്യക്തമായിട്ട് നൽകുന്നുണ്ടായിരുന്നു. കുടുംബത്തിന്റെ പ്രകാശമാണ് ആ ചേച്ചിയെന്ന്. കുടുംബത്തിന്റെ പ്രകാശമാണ് അവരിലൂടെ അവരുടെ മക്കളിലേക്ക് തമ്പുരാന്റെ പ്രകാശം പ്രസരിക്കുന്നുണ്ടെന്ന്. അതുപോലെ മാതാവിനോട് എന്താ പറയുക, മോശയെ പോലെ കൈവിരിച്ച് പിടിക്കുകയാണ്. നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, മോശയെ പോലെ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളും അനുഗ്രഹം പ്രാപിക്കുമെന്ന വലിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ മറ്റൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ആവശ്യം സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവരോടും കർത്താവ് വ്യക്തമായിട്ട് അരുളി ചെയ്തു, മർത്താ മറിയത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ മറിയത്തെ പോലെ നല്ല ഭാഗം സ്വീകരിച്ച് ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വലിയൊരു പ്രത്യാശയും വിശ്വാസവും ഞങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ കുടുംബത്തിൽ എന്താണ് മേഖല എന്ന് വ്യക്തതയില്ല, എന്നാലും കുടുംബനാഥനെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു മേഖലയിൽ എന്തോ ഒരു ക്രമീകരണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒരു മെസ്സേജും ആ ചേച്ചിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു വചനം നൽകിയിരുന്നു, സുഭാഷിതം 19:23, ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു വചനം നൽകി അനുഗ്രഹിച്ചിരുന്നു. അതുപോലെ മൂന്നാമത് ഞങ്ങൾ വേറൊരു സഹോദരിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ മക്കൾ അനുഗ്രഹം പ്രാപിക്കണം, ഈശോയുടെ സാക്ഷികളാവണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം പറഞ്ഞിരുന്നത്, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്. ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ ആനന്ദം ഉള്ളിൽ നിറയുന്നുണ്ടായിരുന്നു. ആനന്ദം അവർ ഉള്ളിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ആ ഒരു ആനന്ദം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വചനം തന്നെ നൽകിക്കൊണ്ട് ഈശോ കർത്താവിൽ ആനന്ദിക്കുക, എന്താ പറയുക, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും. അവർക്ക് ഒരു വീടിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മക്കൾ അനുഗ്രഹം പ്രാപിക്കണം. അപ്പൊ ഈ ഒരു വചനവും നമുക്ക് ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ അനുഭവപ്പെടുകയാണ്. തമ്പുരാന്റെ സന്നദ്ധിയിൽ ഇരുന്ന് ആനന്ദിക്കാനുള്ള ഒരു വലിയ ആൾക്ക് കർത്താവ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. വീണ്ടും പല വചനങ്ങൾ അടയാളങ്ങൾ തന്നു. മക്കളിൽ ഒരാള് മൂക്കുകുത്തി ഉപയോഗിക്കാൻ അമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്ന ഒരു സീന്. അപ്പോൾ ചോദിച്ചപ്പോൾ ശരിയാണ്, മകള് മൂക്കുകുത്തി ധരിക്കാനുള്ള പെർമിഷന് വേണ്ടി അമ്മയുടെ കൂടെ ചോദിച്ച് നടക്കുന്നതായിട്ടൊക്കെയുള്ള വിഷൻസ് കിട്ടി. അങ്ങനെയൊക്കെ തമ്പുരാൻ അതിൻ്റെ ഒരു വെളിപ്പെടുത്തലുകളുണ്ടായി. വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശുശ്രൂഷ മേഖലയിൽ വളരെ ആക്റ്റീവായിട്ടൊരു വ്യക്തിയായിരുന്നു, പുറം രാജ്യത്തായിരുന്നു. ഇവിടെ വന്നിട്ട് അനുകൂലമായിട്ടുള്ള ഒരു ടീം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു മന്ദതയും ഒക്കെ വിഷമമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, പക്ഷെ കർത്താവിലേക്ക് തന്ന ആദ്യത്തെ വചനം തന്നെ ഇതായിരുന്നു, ശുശ്രൂഷയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുക, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പം ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഈശോ ശുശ്രൂഷയിൽ ഇറങ്ങി ചെല്ലാനും ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ മേഖലകളിലേക്കും അനുഗ്രഹം കടന്നു വരുമെന്നും പറഞ്ഞു. അതുപോലെ മകന്റെ കൂട്ടുകെട്ട്, ചിലപ്പോൾ ഈ കാലഘട്ടത്തിന്റെ കൂട്ടുകെട്ടുകളിൽ എന്തോ പന്തികേടുണ്ടെന്നൊരു മെസ്സേജും, മകന്റെ കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ വാച്ച് ചെയ്യാനുള്ള ഒരു കൂട്ടുകാരൻ അവനെ സ്വാധീനിക്കുന്നുണ്ടെന്ന്, കൂട്ടുകാരാണ് അവരെ സ്വാധീനിക്കുന്നതെന്നൊരു വിഷനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിക്ക് ലഭിച്ചു. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതായിരുന്നു. വീണ്ടും ഞങ്ങൾ മാത്യു എന്ന ഒരു സഹോദരന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കർത്താവ് തന്നൊരു വചനമുണ്ട്, കർത്താവ് നിന്റെ ആ ഒരു വചനം, കർത്താവ് നിന്റെ ഷെയിം മാറ്റിക്കളയും, അങ്ങനെ ഒരു വചനം തന്നിട്ടാണ് ഞങ്ങൾ കൺഫേം ചെയ്തിരുന്നത്. മനുഷ്യരുടെ ഇടയിൽ ലൂക്ക 1:25, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുന്നു. ആൾക്കൊരു ശാരീരികാവസ്ഥയുണ്ട്, അപ്പൊ അത് വെച്ചുകൊണ്ട് തമ്പുരാനെ മഹത്വപ്പെടുത്തുമ്പോൾ ആൾക്കൊരു അപമാനം അനുഭവപ്പെടുക. അപ്പൊ ഞങ്ങൾ ശക്തമായിട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ആള് സുഖം പ്രാപിക്കുമെന്നുള്ളൊരു പ്രത്യാശ ഞങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഈശോ ആല. അപ്പൊ നിങ്ങളും ചേർത്ത് പ്രാർത്ഥിക്കണം. ഒരു മകന്റെ കൈകൾ ഏതോ ഒരു രോഗാവസ്ഥ കൊണ്ട് 1-2 വിരലുകൾ ചുരുങ്ങി അങ്ങനെ മടങ്ങി വരികയാണ്. അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് ജോലി ചെയ്യാനും മറ്റു ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ വ്യക്തിയോട് ഈശോ വേറൊരു കാര്യം ആവശ്യപ്പെട്ടു. സഹോദരർക്ക് ആർക്കോ, പുള്ളിക്കില്ലാന്ന് പുള്ളി പറഞ്ഞു, ആർക്കോ ആളോട് എന്തോ ഒരു വിഷമാവസ്ഥയുണ്ടെന്ന്, ആ മേഖലയിൽ പ്രാർത്ഥിക്കാനും ഒരു ക്രമീകരണം ഏർപ്പെടുത്തുവാനും വേണ്ടി കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. വീണ്ടും സഹീവൻ മാളിക മുറി കാണിച്ചു കൊടുത്തുകൊണ്ട് കൂട്ടായ്മയുടെ ഭാഗമാകാനായിട്ട് ആളോട് കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരന്റെ ആവശ്യം
അയാളുടെ അനുജന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു ആൾ ആവശ്യപ്പെട്ടിരുന്നത്. വീണ്ടും വിശുദ്ധിക്ക് വേണ്ടി നിറയാൻ പ്രാർത്ഥിക്കാനായിരുന്നു. വിശുദ്ധിക്ക് വേണ്ടി നിറയാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വെള്ളപ്പൂക്കൾ ആളുടെ മേലെ വെള്ളപ്പൂക്കളുടെ അടയാളം നൽകി ആളെ വിശുദ്ധി കൊണ്ട് വീണ്ടും നല്ല വിശുദ്ധിയുള്ള തീഷ്ണതയുള്ള കൂട്ടുകാരനാണ്. വീണ്ടും ആ വിശുദ്ധിയും തീഷ്ണതയും ഒക്കെ ഈശോ മറയ്ക്കുന്നതായിട്ടുള്ള പ്രത്യാശ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ ഞങ്ങൾക്കുണ്ടായി. അതുപോലെ വേറൊരു വിഷൻ കൊടുത്തത് ആളുടെ അമ്മയ്ക്ക് കാൽമുട്ടിനെന്തോ വേദനയുണ്ടെന്നുള്ളതായിരുന്നു. അത് ചോദിച്ചപ്പോൾ അത് ഒരു സഹോദരിയിലൂടെ ഈശോ ആ ഒരു വിഷൻ കാണിച്ചു കൊടുത്തു. അത് കൺഫേം ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയാണ് അവസാനം ഞങ്ങൾ പ്രാർത്ഥിച്ചു. കോമണായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ തലമുറകൾക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കുക, തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടാൻ, വരുന്ന തലമുറകളും കഴിഞ്ഞ തലമുറകളും അവർക്ക് വേണ്ടി സഹനമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കോമൺ മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടി. വീണ്ടും എന്താ പറയുക, വീണ്ടും എന്തോ ഒരു പീഡ കൂട്ടായ്മയിൽ ആർക്കോ ഒരാളിൽ നിന്നും അകന്നു പോകുന്ന ഒരു മെസ്സേജും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ആനന്ദവും സന്തോഷവും ഒക്കെ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമായിരുന്നു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇനി എനിക്ക് ഒരു സജഷൻ തോന്നുന്നത്, ഈ ഗ്രൂപ്പിൻ്റെ ഷെയറിങ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഷെയറിങ് നിർത്താം. വേറെ ഒന്നുകൊണ്ടല്ല, ഇത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് ഈ നാളെ ഒരു ദിവസം 24 മണിക്കൂർ കൂടി ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സിലബസ് ഉണ്ട് പഠിക്കാൻ. എന്ത് വേണം ഇപ്പം നമുക്ക് ഈ ഷെയറിങ് കൊണ്ട് ഒരുവിധമൊക്കെ മനസ്സിലായല്ലോ. ഇനി പക്ഷേ നിങ്ങൾ ഈ അടുത്ത ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ചില ബോധ്യം, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അത്യാവശ്യം പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ ആൾ മാത്രം വന്നെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വരാം, സംക്ഷിപ്തമായിട്ട് പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ 9ാം നമ്പർ ഗ്രൂപ്പാണ്. 6 പേരാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഗ്രൂപ്പ് നമ്പർ 9. 6 പേരാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഗ്രൂപ്പിലെ 3 പേര് വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരായിരുന്നു. മറ്റുള്ളവർക്ക് അത്ര എക്സ്പീരിയൻസ് ആകാത്തത് കൊണ്ടാണ്, അവർക്കും ആഗ്രഹമുണ്ട്, ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമേ തന്നെ എല്ലാവരും കൈകോർത്ത് പിടിച്ച് പൊതുവായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്. ഓരോന്ന് പറയുമ്പോൾ, ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ വചനങ്ങൾ ഇങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നി. എനിക്ക് അത്ര സ്പീഡിലൊന്നും വചനം അക്കമിട്ട് പറയാൻ കിട്ടൂല. ബൈബിളിലൊരു വചനം പറയാം എന്നല്ലാണ്ട് അത് ഏത് ഭാഗത്തു നിന്നൊക്കെ പറയാൻ എനിക്ക് കിട്ടാറില്ല. ഞാൻ അത്ഭുതത്തോടെയാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. തീഷ്ണതയോടെ ഉണ്ടായിരുന്ന 2-3 പേരുണ്ടായിരുന്നെങ്കിലും അവരൊന്നും കൂടെ വരാതിരുന്നത് കൊണ്ടാണ് ഞാൻ വരേണ്ടി വന്നത്. ഒരേ കാര്യം തന്നെ ഗ്രൂപ്പിൽ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒന്നിൽ കൂടുതൽ പേർക്ക് ഒരേ വചനം തന്നെ, ഒരേ പാട്ട് തന്നെ, ഒരേ അനുഭവങ്ങൾ തന്നെ, ഒരേ അടയാളങ്ങൾ തന്നെ വരുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ ഒരു കൺഫർമേഷനായിട്ട് കണക്കാക്കി ഞങ്ങളത് സ്ഥിരീകരിക്കുകയായിരുന്നു. ആദ്യമായി പ്രാർത്ഥിച്ച ആൾക്ക് ഭാഷാവരം കിട്ടാത്തൊരാളായിരുന്നു. അപ്പോൾ അയാൾക്ക് ഭാഷാവരത്തിന് വേണ്ടിയും എല്ലാ വരദാനങ്ങളും ഒന്ന് വെളിപ്പെട്ട് കിട്ടാനുമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് ഗ്രൂപ്പ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ കിട്ടിയ ദർശനങ്ങളിൽ നിന്ന് കിട്ടിയ സന്ദേശങ്ങൾ ഇതായിരുന്നു: കർത്താവിനോട് ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ കാണുന്നു, കൂടുതൽ ഉറക്കെ സ്തുതിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു അടയാളമാണ്, നിർദ്ദേശങ്ങളാണ് വന്നത്. ഉടനെ വൈകാതെ ഭാഷാപരവും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് പറഞ്ഞത്, വിലകെട്ടവ പറയാതെ നാവിനെ നിയന്ത്രിക്കാനൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള നിർദ്ദേശവും ഉണ്ടായി. രണ്ടാമത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, സഹോദരങ്ങൾ തമ്മിൽ കുടുംബത്തിൽ സ്നേഹമില്ലായ്മ കാണുന്നു, അപ്പം അതിനുവേണ്ടിയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി കിട്ടിയ വചനം ഏശയ്യ 59:21, 2:14 വചനം വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് സന്ദേശമായി ലഭിച്ചത്. മൂന്നാമത്തെ ആൾ ആവശ്യപ്പെട്ടത്, കുടുംബത്തിലുള്ള ഒരു അസ്വസ്ഥത മാറി മാനസാന്തരത്തിൻ്റെ ഫലം ഉണ്ടാകാനാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടുമെന്ന സന്ദേശമാണ് ലഭിച്ചത്. യോഹന്നാൻ 7:37-38, എഫേസ്യസ് 3:20 സന്ദേശമായി വന്നത്.
നാലാമത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാര്യം പറയുന്നില്ലായിരുന്നു, പ്രത്യേക ഒരു നിയോഗത്തിന് വേണ്ടി എന്നാണ് പറഞ്ഞത്. ആ ആവശ്യം കൈകോർത്ത് പിടിച്ച് ഞങ്ങളെല്ലാവരും സ്തുതിച്ച് വ്യക്തി ഉൾപ്പെടെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാം ഫലവത്തായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ആൾ തൻ്റെ ശ്വാസമുട്ടലിലുള്ള തൻ്റെ വിഷമം, ആരോഗ്യ അസ്വസ്ഥത ഒന്ന് പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഹെബ്രായർ 9:14 സന്ദേശമായി ലഭിച്ചത്. ആറാമത്തെ ആള് തൻ്റെ ഷോൾഡർ വേദനയെക്കുറിച്ചാണ്, രോഗാവസ്ഥയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ ഭർത്താവിൻ്റെയും മകൻ്റെയും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കിട്ടിയ ഒരു സന്ദേശം രക്തസ്രാവക്കാരിയെ ആണ് കണ്ടതെന്നാണ് പറഞ്ഞത്. മരുന്നോ ലേപനമോ അല്ല എന്നുള്ള വചനഭാഗവും സന്ദേശത്തിൽ പൊങ്ങി വന്നു. കൂടുതൽ സമയം അടുത്ത ആൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും പിന്നെയും സമയം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും കൂടി വീണ്ടും ഓരോരുത്തരുടെ വീണ്ടും ചർച്ച ചെയ്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചു. തങ്ങളുടെ നിയോഗങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ ഒരു ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ചെറുപ്പക്കാരായ ദമ്പതിമാരെ ഒന്ന് സമർപ്പിക്കേണ്ടി വന്നു. അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ഇതുപോലുള്ള ധ്യാനങ്ങൾ ഇനിയും ഉണ്ടാകാൻ വേണ്ടി നമുക്കൊന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മളെല്ലാവരും അതിനുവേണ്ടി നന്നായി തന്നെ പ്രാർത്ഥിച്ചു. ഇത്രയുമാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും നന്ദി.